വർഷം 2015 മെയ് 13 സ്ഥലം പുങ്കുളുദ്വീപ്, ശ്രീലങ്ക. അന്ന് പതിവ് പോലെ സ്കൂളിലേക്ക് പോയ 18 വയസ്സുകാരി ശിവലോകനാഥൻ വിധിയ വളരെ ദുരൂഹമായ സാഹചര്യത്തിൽ കാണാതാകുന്നു. ഏകദേശം 2 കിലോമീറ്റർ മാത്രം ദൂരെയുള്ള സ്കൂളിൽ നിന്നും സമയമായിട്ടും തിരിച്ചു വരാതിരുന്ന വിധിയയെ തേടി ആ ഗ്രാമമൊന്നാകെ തിരച്ചിൽ ആരംഭിക്കുന്നുണ്ട്. എന്നാൽ അവളെ കണ്ടുപിടിക്കാൻ സാധിച്ചില്ല. പക്ഷെ അവർക്കറിയില്ലായിരുന്നു, ആ സ്കൂളിലേക്ക് പോകുന്ന വഴിയിൽ നിന്നും ഏകദേശം മീറ്ററുകൾ മാത്രം ഉള്ളിലേക്ക് മാറി അവൾ ക്രൂരമായ രീതിയിൽ ബലാത്സംഗത്തിനിരയായി മരണപ്പെട്ടിട്ടുണ്ടായിരുന്നു എന്ന്. ഒരു പെൺകുട്ടിക്കും നടക്കാൻ പാടില്ലാത്ത ഈ സംഭവത്തിന് പിന്നിൽ ആരായിരുന്നു? എന്താണ് അന്ന് വിധിയയ്ക്ക് സംഭവിച്ചത്? കൂടുതൽ അറിയാം. അതിനു മുമ്പ് ഓക്കെ ബ്രോസ്, വെൽക്കം ബാക്ക് ജി ബ്രോസ്. 2015 മെയ് 13 അന്ന് വിധിയ വളരെ നേരത്തെ സ്കൂളിലേക്ക് പോകുവാൻ ആരംഭിച്ചു. അങ്ങനെ നേരത്തെ പോകുവാൻ ഒരു കാരണമുണ്ട്. സാധാരണഗതിയിൽ സ്കൂളിലെ ക്ലാസ് റൂം വൃത്തിയാക്കേണ്ടത് ഓരോ ദിവസവും ഓരോ വിദ്യാർത്ഥികളുടെ ചുമതലയാണ്. അന്ന് ആ ചുമതല ഉണ്ടായിരുന്നത് വിധിയയ്ക്കായിരുന്നു. സാധാരണ ദിവസങ്ങളിൽ അവളുടെ കൂടെ 2 കൂട്ടുകാരികൾ കൂടി ഉണ്ടാകാറുണ്ട്. എന്നാൽ അന്ന് അവർക്ക് അസുഖം ബാധിച്ച് കിടപ്പിലായതുകൊണ്ട് തന്നെ അവൾ തനിച്ചാണ് സ്കൂളിലേക്ക് പോകേണ്ടിയിരുന്നത്. ഇതുപോലെയുള്ള സാഹചര്യങ്ങളിൽ വിധിയുടെ സഹോദരൻ നിശാന്ത് അവളെ ബൈക്കിൽ സ്കൂളിൽ കൊണ്ടാക്കുമായിരുന്നു. പക്ഷേ എന്തോ അയാൾക്കന്ന് മറ്റു ചില ജോലികളുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ രാവിലെ 7:25 വിധിയ ഒറ്റയ്ക്ക് സൈക്കിളും എടുത്ത് സ്കൂളിലേക്ക് യാത്ര ആരംഭിക്കുന്നു. ഉച്ചയ്ക്ക് 2 മണിക്ക് സ്കൂൾ കഴിഞ്ഞ് സാധാരണ 3 മണിക്കുള്ളിൽ തന്നെ വിധിയ തിരിച്ചെത്താറുണ്ട്. എന്നാൽ അന്ന് 3 മണി കഴിഞ്ഞതിനു ശേഷവും വിധിയ തിരിച്ചു വന്നില്ല. പരിഭ്രമിച്ചു പോയ വിധിയയുടെ അമ്മ സരസ്വതിയും സഹോദരൻ നിശാന്തും കൂടി അവളെ അന്വേഷിച്ച് സ്കൂളിലേക്ക് പോകുന്നുണ്ട്. എന്നാൽ അന്ന് അവൾ സ്കൂളിൽ എത്തിയിട്ടുണ്ടായിരുന്നില്ല. മാത്രമല്ല, സ്കൂളിനടുത്ത് ബോട്ടുകൾ നടത്തുന്ന അവരുടെ ബന്ധുവും അവളെ ഇന്ന് സ്കൂളിൽ കണ്ടില്ല എന്ന് പറയുകയും ചെയ്തു. പക്ഷെ അപ്പോൾ ആ അമ്മയ്ക്ക് അറിയില്ലായിരുന്നു, അവർ പോയ വഴിയിൽ ഏതാനും മീറ്ററുകൾ മാത്രം മാറി തൻ്റെ മകൾ കൂട്ട ബലാത്സംഗത്തിനിരയായി മരിച്ചു കിടക്കുന്നുണ്ടായിരുന്നു എന്ന്. അവർ ഉടനെ തന്നെ അടുത്തുള്ള പോലീസ് ചെക്ക് പോസ്റ്റിൽ പോയി സഹോദരി മിസ്സായ കാര്യം പറയുന്നുണ്ട്. എന്നാൽ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്യുവാനോ അന്വേഷിക്കുവാനോ തയ്യാറായില്ല. അതിനു പകരം നിങ്ങളുടെ സഹോദരി കാമുകനൊപ്പം ഒളിച്ചോടി പോയിട്ടുണ്ടാകുമെന്ന് കളിയാക്കുകയാണ് ചെയ്തത്. അപ്പോൾ സമയം ഏകദേശം 6 മണിയായിരുന്നു. 6:30 അവർ മറ്റൊരു പോലീസ് ചെക്ക് പോസ്റ്റിൽ പോയി കംപ്ലൈന്റ് കൊടുക്കാൻ ശ്രമിക്കുന്നുണ്ട്. എന്നാൽ അവിടെയുള്ള വനിതാ പോലീസ് രാത്രി 9 മണി വരെ ആ പരാതി സ്വീകരിക്കാൻ തയ്യാറായില്ല. 9 മണിയായപ്പോൾ അവർ ആ പരാതി രജിസ്റ്റർ ചെയ്തു. എന്നാൽ പോലീസ് സ്റ്റേഷനിൽ നിന്നും ആരും തന്നെ ആ പെൺകുട്ടിയെ അന്വേഷിക്കാൻ തയ്യാറായില്ല. ഇതേ തുടർന്ന് അവിടെ നിന്നും മടങ്ങിയ അവർ ഗ്രാമത്തിലുള്ള ആളുകളെ കൂട്ടി അവൾക്കായുള്ള അന്വേഷണം ആരംഭിക്കുകയും ചെയ്തു. എന്നാൽ രാത്രി ഏറെ വൈകിയതുകൊണ്ട് അവർക്ക് ആ അന്വേഷണം പൂർത്തീകരിക്കാൻ സാധിച്ചില്ല. എല്ലാവരും വീട്ടിലേക്ക് മടങ്ങുകയും ചെയ്തു. ആ രാത്രി അവളുടെ സഹോദരൻ നിശാന്തിനും അവളുടെ അമ്മ സരസ്വതിക്കും വളരെ സങ്കടകരമായ ഒരു രാത്രിയായിരിക്കും. കാരണം തൻ്റെ ഒരേ ഒരു മകൾ എന്ത് ചെയ്യുകയാണെന്നോ എവിടെയാണെന്നോ അറിയാതെ ആ അമ്മ വളരെ വിഷമിച്ചിട്ടുണ്ടാകും. അതുപോലെ തന്നെ തൻ്റെ സഹോദരിക്ക് എന്ത് സംഭവിച്ചിട്ടുണ്ടാകും എന്നറിയാതെ ആ ചേട്ടനും വല്ലത് വിഷമിച്ചിട്ടുണ്ടാകും. തീർച്ചയായും അന്ന് രാത്രി അവർക്ക് ഉറക്കമുണ്ടായിട്ടുണ്ടാകില്ല. അവർ പ്രാർത്ഥനയോടെ ആ നേരം വെളുപ്പിച്ചിട്ടുണ്ടാക്കും. രാവിലെ 5 മണിക്ക് തന്നെ വീണ്ടും സംഘം ചേർന്ന് അന്വേഷണം ആരംഭിക്കുകയും ചെയ്യുന്നുണ്ട്. ആ സമയം നിശാന്ത് വീട്ടിലുള്ള 2 നായ്ക്കളെയും കൂട്ടിയിട്ടുണ്ടായിരുന്നു സംഘത്തോടൊപ്പം അന്വേഷിക്കാൻ വേണ്ടി. വിധിയയുടെ വീട്ടിനടുത്ത് നിന്നും ഏകദേശം 1.5 കിലോമീറ്റർ മാറിയുള്ള ഒരു സ്ഥലത്ത് അന്വേഷണം നടത്തുന്ന സമയത്ത് ആ നായ്ക്കൾ നിർത്താതെ കുരയ്ക്കുന്നത് അവരുടെ ശ്രദ്ധയിൽപ്പെട്ടു. പോയി നോക്കിയപ്പോൾ അവിടെ കണ്ടത് വിധിയയുടെ സൈക്കിൾ കിടക്കുന്നതായിരുന്നു. മാത്രമല്ല, ആ നായ്ക്കളിൽ ഒരാളുടെ വായിൽ വിധിയയുടെ ഷൂവും ഉണ്ടായിരുന്നു. ആ ഷൂ എവിടെ നിന്നാണ് കിട്ടിയത് എന്നറിയാൻ വേണ്ടി ആ നായയെ പിന്തുടർന്നപ്പോൾ അവർ കണ്ടത് വിധിയയുടെ ജീവനില്ലാത്ത ശരീരമായിരുന്നു. അത് കണ്ടതും വിധിയുടെ സഹോദരൻ ബോധം നഷ്ടപ്പെട്ട്
വീഴുകയാണ് ചെയ്തത്. മാത്രമല്ല ആ കാഴ്ച കണ്ട ആ സംഘത്തിലെ എല്ലാവരും ആകെ ഷോക്കായി പോവുകയും ചെയ്യുന്നുണ്ട്. കാരണം അത്രയും ഭയാനകമായ ഒരു കാഴ്ചയായിരുന്നു അവരവിടെ കണ്ടിട്ടുണ്ടായിരുന്നത്. അവിടെ മുകളിലേക്ക് നോക്കിക്കിടക്കുന്ന രീതിയിലായിരുന്നു വിധിയയുടെ മൃതദേഹം കിടന്നിരുന്നത്. അവളുടെ ശരീരത്തിൽ ഒരു തുണ്ട് തുണി പോലും ഉണ്ടായിരുന്നില്ല. മാത്രമല്ല അവളുടെ കൈകൾ രണ്ടും പുറകിലേക്ക് പിടിച്ച് പെരുവിരലുകൾ രണ്ടും അവളുടെ തന്നെ ടൈ ഉപയോഗിച്ച് കെട്ടിയിട്ടുണ്ടായിരുന്നു. ഇതുകൂടാതെ ശബ്ദം പുറത്തു വരാതിരിക്കാൻ അവളുടെ വായിൽ അവളുടെ തന്നെ അടിവസ്ത്രം കുത്തിക്കയറ്റിയിട്ടുണ്ടായിരുന്നു. അവളുടെ കാലുകൾ രണ്ടും വിടർത്തി രണ്ടു മരങ്ങളിലായി അവളുടെ തന്നെ ഡ്രസ്സ് ഉപയോഗിച്ച് കെട്ടിവെച്ചിട്ടുണ്ടായിരുന്നു. മാത്രമല്ല അവളുടെ മുഖവും കണ്ണും ആകെ വീങ്ങിയിരിക്കുന്ന നിലയിലുമായിരുന്നു ആ മൃതദേഹം കിടന്നിരുന്നത്. കാഴ്ചയിൽ തന്നെ അവൾ മൃഗീയമായ കൂട്ട ബലാത്സംഗത്തിന് ഇരയായിട്ടുണ്ടെന്ന് എല്ലാവർക്കും മനസ്സിലായി. അവളുടെ ബാഗും ആ മൃതദേഹത്തിന് പരിസരത്ത് തന്നെ ഉണ്ടായിരുന്നു. ഇത്തരത്തിലുള്ള ഒരു കാഴ്ച ഏത് സഹോദരനാണ് കണ്ടു നിൽക്കാൻ സാധിക്കുക? രാവിലെ 7 മണിയോടെ ഈ കാര്യം പോലീസിൽ വിവരമറിയിക്കുന്നുണ്ട്. എന്നാൽ സമയം ഒരുപാടായിട്ടും പോലീസിനെ കാണാത്തത് കൊണ്ട് തന്നെ പോലീസിന്റെ എമർജൻസി നമ്പറായ 119ലേക്ക് വിളിച്ച് വിവരം അറിയിക്കുന്നുണ്ട്. എന്നിട്ടും പോലീസ് എത്തിയത് 11 മണിക്കായിരുന്നു. ഇത് ജനങ്ങളിൽ വലിയ പ്രതിഷേധങ്ങൾ ഉണ്ടാക്കുകയും ചെയ്തു. പോലീസിനും ഇത് വലിയ പ്രതിഷേധമാകുമെന്ന ചിന്തയും ഉണ്ടായിരുന്നില്ല. 2015 മെയ് 15 മണക്കാട് ശ്മശാനത്തിൽ വിധേയയുടെ സംസ്കാര ചടങ്ങുകൾ നടക്കുന്നു. അന്ന് തന്നെ പോലീസ് പ്രതികളെന്ന് സംശയിക്കുന്ന 3 പേരെ അറസ്റ്റ് ചെയ്യുകയുണ്ടായി. അവർ വിധേയയുടെ കുടുംബവുമായി വളരെയേറെ ശത്രുതയിലായിരുന്നു. അതിനൊരു കാരണവും ഉണ്ടായിരുന്നു. ഇവരുടെ ഒരു പോലീസ് കേസിൽ സാക്ഷി പറഞ്ഞത് വിധേയയുടെ അമ്മ സരസ്വതി ആയിരുന്നു. ആ ദേഷ്യം അവർ മനസ്സിൽ കൊണ്ടു നടക്കുന്നുണ്ടായിരുന്നു. എന്നാൽ ഇതാണോ ആ കൊലപാതകത്തിന് കാരണമെന്ന് ചോദിച്ചാൽ അല്ല. 2015 മെയ് 17 പൂരിക്കാട്ടുവനിൽ വെച്ച് 5 പേരെ കൂടി പോലീസ് അറസ്റ്റ് ചെയ്യുകയുണ്ടായി. വിധിയുടെ സംസ്കാര ചടങ്ങുകൾക്ക് ശേഷം കൊളംബോയിലേക്ക് രക്ഷപ്പെടാൻ ശ്രമിച്ച ഇവരെ പോലീസ് അറസ്റ്റ് ചെയ്യുകയാണ് ചെയ്തത്. എന്നാൽ ഇതിന്റെ എല്ലാം മൂല കാരണം, ഈ കൊലപാതകത്തിന്റെ മാസ്റ്റർ ബ്രെയിൻ, അത് മറ്റൊരാളായിരുന്നു, സീസ് കുമാർ. സീസ് കുമാറിന് പണവും രാഷ്ട്രീയ സ്വാധീനവും ഉണ്ടായതുകൊണ്ട് തന്നെ അയാളെ പോലീസ് അറസ്റ്റ് ചെയ്തില്ല. എന്നാൽ ഇതേ സമയം പോലീസ് അറസ്റ്റ് ചെയ്ത പ്രതികളെ ജനങ്ങൾക്ക് വിട്ടു നൽകണമെന്ന് പറഞ്ഞുകൊണ്ട് ഒരുപാട് പ്രതിഷേധങ്ങൾ നാട്ടിൽ നടക്കുവാനും ആരംഭിച്ചു. ഈ സമയത്താണ് സീസ് കുമാർ ഗ്രാമത്തിലേക്ക് വരുന്നത്. സീസ് കുമാറിനെ കണ്ടതും ഗ്രാമീണർ അയാളെ പിടിച്ച് ഇലക്ട്രിക് പോസ്റ്റിൽ കെട്ടിയിട്ട് തല്ലി അവശനാകുന്നുണ്ട്. പക്ഷെ ആ സമയം അയാളുടെ രക്ഷകനായി അവിടുത്തെ മന്ത്രി വിജയകാല എത്തുന്നുണ്ട്. അവർ അവിടെ വന്ന് സീസ് കുമാറിനെ പോലീസിൽ ഏൽപ്പിക്കാൻ വേണ്ടി പറയുന്നുണ്ട്. പോലീസ് കൊണ്ടുപോയ സീസ് കുമാർ ഏതാനും മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ അവിടെ നിന്നും പുറത്തു വരികയും ചെയ്യുന്നു. അതിനുശേഷം സ്വിറ്റ്സർലാൻഡിലേക്ക് രക്ഷപ്പെടാൻ ശ്രമിച്ച സീസ് കുമാറിനെ പോലീസ് വീണ്ടും അറസ്റ്റ് ചെയ്യുക കൂടി ചെയ്യുന്നുണ്ട്. ഈ കേസിൽ പോലീസ് മൊത്തം 9 പേരെ അറസ്റ്റ് ചെയ്യുന്നുണ്ട്. ഈ മർഡർ നടക്കുവാനുള്ള പ്രധാന കാരണം സീസ് കുമാർ ആയിരുന്നു. സീസ് കുമാർ ഒരു ഇന്റർനാഷണൽ ബിസിനസ്മാൻ ആയിരുന്നു. അയാൾ തായ്ലാന്റിൽ നിന്ന് ഇമ്പോർട്ട് ആൻഡ് എക്സ്പോർട്ട് ബിസിനസ് നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരാളായിരുന്നു. എന്നാൽ അയാൾക്ക് മറ്റൊരു ബിസിനസ് കൂടി ഉണ്ടായിരുന്നു. സീസ് കുമാർ സ്ത്രീ വിഷയത്തിൽ വളരെ മോശം ചിന്താഗതിയുള്ള ഒരാളായിരുന്നു. അയാൾക്ക് ഇമ്പോർട്ട് ആൻഡ് എക്സ്പോർട്ട് ബിസിനസ് മാത്രമല്ല ഉണ്ടായിരുന്നത്, അയാൾ ഇന്റർനാഷണൽ ലെവൽ പോൺ വെബ്സൈറ്റുമായി ലിങ്കിലുള്ള ഒരാളായിരുന്നു. ഇത്തരത്തിൽ ചെറിയ പെൺകുട്ടികളെ റേപ്പ് ചെയ്ത് അത് വീഡിയോ എടുത്ത് അയാൾ ആ ഇന്റർനാഷണൽ കമ്പനിക്ക് പൈസയ്ക്ക് വിറ്റിരുന്നു. അപ്പോഴാണ് സീസ് കുമാറിന് ആ പോൺ വെബ്സൈറ്റ് കമ്പനിയിൽ നിന്നും ഒരു ഡീൽ വരുന്നത്. ആ സമയത്താണ് വിധിയുടെ മേലെ അവരുടെ കണ്ണുകൾ പതിയുന്നു. സീസ് കുമാർ അയാളുടെ അളിയനായ പെരിയ തമ്പിയോട് ഈ കാര്യം പറയുന്നുണ്ട്. പെരിയ തമ്പി വിധിയെ നിരന്തരം നിരീക്ഷിക്കുവാൻ ആരംഭിക്കുകയും ചെയ്യുന്നു. തന്നെ ആരോ പിന്തുടരുന്നുണ്ട്, നിരീക്ഷിക്കുന്നുണ്ട് എന്ന് മനസ്സിലാക്കിയ വിധിയ മരിക്കുന്നതിന് ഒരു ദിവസം മുമ്പ് ഈ കാര്യം അവളുടെ അമ്മയോട് പറയുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അതിന്റെ പിറ്റേ ദിവസം വിധിയ ബ്രൂട്ടലായി റേപ്പ് ചെയ്ത് കൊല്ലപ്പെടുകയും ചെയ്യുന്നുണ്ട്. പെരിയ തമ്പി അടങ്ങുന്ന സംഘമാണ് വിധിയെ കൊല്ലപ്പെടുത്തിയത്. ഇതിന് തെളിവായി വിധിയുടെ കണ്ണട പെരിയ തമ്പിയുടെ വീട്ടിൽ നിന്നും പോലീസ് കണ്ടെടുത്തിരുന്നു. ആ കണ്ണട ഡോക്ടർ വന്ന് പരിശോധിച്ച് ഇത് വിധിയുടെ കണ്ണട തന്നെയാണെന്ന് സ്ഥിരീകരിക്കുകയും ചെയ്യുന്നുണ്ട്. ഈ കേസിൽ ഇനിയും കുറ്റവാളികൾ ഉണ്ട് എന്ന് മനസ്സിലാക്കിയ പോലീസ്
അന്വേഷണത്തിൽ 3 പേരെ കൂടി അറസ്റ്റ് ചെയ്യുന്നു. അതിൽ ഉദയസൂര്യൻ എന്ന് പറയുന്നയാൾ അപ്രൂവറായി മാറി സത്യങ്ങൾ പറയാൻ ആരംഭിക്കുകയും ചെയ്യുന്നു. ചന്ദ്ര, പെരിയ തമ്പി, രവി, സെന്തിൽ ഇവരെല്ലാവരും സ്ഥിരമായി കള്ളു കുടിക്കുന്നത് മാപ്പിളை എന്ന് വിളിക്കുന്ന ഒരാളുടെ വീട്ടിലാണ്. അന്നും അവർ പതിവ് പോലെ മദ്യപിക്കാനായി അവിടെ കൂടി. ആ സമയം പെരിയ തമ്പി എല്ലാവരോടുമായി പറഞ്ഞു, ഞാൻ വിധിയെ പ്രേമിക്കുന്നുണ്ട്. അവളുടെ പിന്നാലെ ഒരുപാട് ദിവസമായി നടക്കുന്നു. എൻ്റെ ഇഷ്ടം അവൾ അംഗീകരിക്കുന്നില്ല. മാത്രമല്ല അവൾ എന്നെ ചെരുപ്പൂരി അടിക്കുക വരെ ചെയ്തു. നിങ്ങൾ എങ്ങനെയെങ്കിലും അവളെ എനിക്ക് കൊണ്ടുവന്ന് തരണമെന്ന് അയാൾ പറയുന്നുണ്ട്. ഇത് കേട്ട സെന്തിലും ചന്ദ്രയും അത് ചെയ്തു തരാമെന്ന് പറയുകയും ചെയ്യുന്നു. അതിനുവേണ്ടി 23,000 രൂപ പെരിയ തമ്പിയുടെ അടുത്തു നിന്നും അവർ വാങ്ങിക്കുകയും ചെയ്യുന്നുണ്ട്. ശേഷം മെയ് 11-ാം തീയതി വിധിയെ കടത്തിക്കൊണ്ട് പോകുവാനുള്ള പ്ലാൻ അവർ തയ്യാറാക്കുന്നു. എന്നാൽ അന്ന് അവളോടൊപ്പം 2 കൂട്ടുകാരികൾ ഉണ്ടായതുകൊണ്ട് തന്നെ അന്ന് ആ പ്ലാൻ നടത്തുവാൻ അവർക്ക് സാധിച്ചില്ല. 12-ാം തീയതി വീണ്ടും അവർ ശ്രമം നടത്തുന്നുണ്ട്. എന്നാൽ അന്ന് അവൾ സ്കൂളിലേക്ക് പോയിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ 13-ാം തീയതി അവർ കാത്തിരുന്നതുപോലെ വിധിയ തനിച്ചായിരുന്നു സ്കൂളിലേക്ക് പോയിട്ടുണ്ടായിരുന്നത്. സ്കൂളിലേക്ക് പോകുന്ന വഴിയിൽ തടഞ്ഞു നിർത്തിക്കൊണ്ട് പെരിയ തമ്പി അയാളുടെ ഇഷ്ടം അവളോട് പറയുന്നു. എന്നാൽ അത് ശ്രദ്ധിക്കാതെ കടന്നുപോയ വിധിയെ കൈ പിടിച്ചു വലിച്ചുകൊണ്ട് മുഖത്തേക്ക് അടിച്ചു വീഴ്ത്തുന്നുണ്ട് പെരിയ തമ്പി. അതിനുശേഷം എല്ലാവരും കൂടി ചേർന്ന് അവളെ എടുത്തുകൊണ്ടുപോയി ആളൊഴിഞ്ഞ ഒരു ബിൽഡിങ്ങിൽ വെച്ച് ക്രൂരമായി മാറി മാറി ബലാത്സംഗം ചെയ്യുകയും ചെയ്യുന്നു. അപ്രൂവലായി മാറിയ ഉദയസൂര്യൻ പറഞ്ഞത്, ഞാൻ പെരിയ തമ്പിയുടെ പ്രേമത്തിന് സഹായിക്കാൻ വേണ്ടിയാണ് പോയത്. പക്ഷേ അവരിത്തരത്തിൽ ക്രൂരമായ രീതിയിൽ ബലാത്സംഗം ചെയ്യുമെന്ന് എനിക്കറിയില്ലായിരുന്നു. അവളെ ആ ഒഴിഞ്ഞ വീട്ടിൽ വെച്ച് അവർ മാറി മാറി ബലാത്സംഗം ചെയ്തു. വിധിയെ ബലാത്സംഗം ചെയ്യുന്ന സമയം അത് മൊബൈൽ ഫോണിൽ റെക്കോർഡ് ചെയ്യുകയും ചെയ്തിട്ടുണ്ടായിരുന്നു എന്നും ഇയാൾ പറയുന്നുണ്ട്. അതിനുശേഷം പുറത്തു കൊണ്ടുവന്ന് അവളുടെ കാലുകൾ പരസ്പരം മരത്തിൽ കൂട്ടിക്കെട്ടുന്ന സമയം ഞാൻ അവിടെ നിന്നും പോന്നു എന്ന് ഉദയസൂര്യൻ പറയുന്നുണ്ട്. ഈ കേസിലെ പ്രധാന സാക്ഷികൾ 3 പേരായിരുന്നു. അതിൽ ഒന്നാകട്ടെ ചെറിയ ഒരു കുട്ടിയും. അവൻ സംഭവം നടക്കുന്ന അന്ന് കൂട്ടുകാരന്റെ ഒപ്പം സൈക്കിളിൽ സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. ആ സമയത്താണ് സംഭവം നടക്കുന്ന സ്ഥലത്ത് വെച്ച് അവന്റെ ചെരുപ്പ് ഊരിപ്പോയത്. ആ ചെരുപ്പ് എടുക്കാൻ കുറച്ചു ദൂരം പുറകോട്ട് വന്ന അവൻ ഒരു പെൺകുട്ടി മൂളുന്നതായിട്ടുള്ള ശബ്ദം കേൾക്കും. എന്നാൽ അത് പ്രേതമാണെന്ന് കരുതി അവൻ പേടിച്ച് ഓടിപ്പോവുകയാണ് ചെയ്തത്. എന്നാൽ അങ്ങനെ പോകുന്ന സമയം അവൻ അവിടെ രവിമാമയെ കണ്ടു എന്നും പറയുന്നു. അതുപോലെ സംഭവം നടക്കുന്ന അന്ന് ആ പരിസരത്ത് വെച്ച് സെന്തിലിനെയും രവിയെയും കണ്ട മറ്റൊരു സാക്ഷി കൂടി ഉണ്ടായിരുന്നു. കൂടാതെ 1-2 ദിവസം മുമ്പ് വിധിയ സ്കൂൾ കഴിഞ്ഞ് വരുന്ന സമയത്ത് അവളെ നോക്കിക്കൊണ്ട് ചർച്ച ചെയ്യുന്ന സിസ്കുമാറിനെയും സംഘത്തെയും കണ്ട ആളുകളും ഉണ്ടായിരുന്നു. എന്നാൽ ഈ കേസ് അട്ടിമറിക്കാൻ സിസ്കുമാർ ശ്രമിക്കുകയുണ്ടായി. 2 കോടി രൂപ വരെ അയാൾ പോലീസിന് കൈക്കൂലി കൊടുക്കുകയുണ്ടായി. നിങ്ങൾക്ക് ഇപ്പോൾ ഒരു സംശയം തോന്നാം, ആ സംഭവ സ്ഥലത്തെ DNA കളക്ട് ചെയ്ത് അന്വേഷിച്ചാൽ പ്രതികളെ എല്ലാവരെയും കണ്ടുപിടിക്കാൻ സാധിക്കില്ലേ എന്ന്. എന്നാൽ ആ DNA റിസൾട്ട് 1 വർഷമായിട്ടും പുറത്തു വന്നില്ല. ഒരു വട്ടം കോടതിയിൽ നിന്ന് വരുന്ന സിസ്കുമാറും സംഘവും ഞങ്ങൾ നിരപരാധികളാണെന്നും DNA റിസൾട്ട് വരുമ്പോൾ അത് നിങ്ങൾക്ക് മനസ്സിലാകുമെന്നും പരിഹാസ രൂപത്തിൽ പറയുന്നുണ്ട്. 1 വർഷത്തിന് ശേഷം DNA റിസൾട്ട് വരുന്നു. അത് മാച്ച് ആയിരുന്നില്ല. പക്ഷെ മറ്റു തെളിവുകൾ വെച്ച് കോടതി അവർക്ക് ശിക്ഷ വിധിക്കുന്നുണ്ട്. ആ 9 പേരിൽ ചിന്നരാജ, കിശാന്തൻ എന്നീ 2 പേരെ തെളിവുകളില്ല എന്ന് പറഞ്ഞ് വെറുതെ വിടുന്നുണ്ട്. പക്ഷേ ബാക്കി 7 പേരെ 30 വർഷം തടവിനും വധശിക്ഷയ്ക്കും കോടതി വിധിക്കുന്നു. കോടതി പറയുന്ന ദിവസം ഇവരുടെ വധശിക്ഷ നടപ്പിലാക്കാനും വിധി വരുന്നുണ്ട്. അങ്ങനെ 2017 സെപ്റ്റംബർ 21-ന് വിധിയയ്ക്ക് നീതി ലഭിക്കുന്നു. ഇത്തരത്തിലുള്ള കഴുകൻ കണ്ണുകൾ, നീരാളി കൈകളോടെ നമുക്ക് ചുറ്റിലുമുണ്ട്. അവരുടെ കയ്യിൽ നിന്നും എല്ലാവരും സുരക്ഷിതമായിരിക്കട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. ഈ വീഡിയോയിൽ ഈ കേസിനെ പറ്റിയുള്ള വളരെ കുറച്ച് കാര്യങ്ങൾ മാത്രമേ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ. ഈ വീഡിയോ ഞാൻ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യുകയാണ്. ഇത്തരത്തിലുള്ള ക്രൈം സ്റ്റോറീസ് കേൾക്കാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കണേ. മാത്രമല്ല സമൂഹത്തിൽ ഇത്തരത്തിലുള്ളവരെ നിങ്ങൾ എന്ത് ചെയ്യുവാനാണ് ആഗ്രഹിക്കുന്നത് എന്നുകൂടി താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തണേ. മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാമെന്ന ശുഭപ്രതീക്ഷയോടെ ബൈ ബൈ.